അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉത്തരേന്ത്യ മുഴുവൻ കോൺഗ്രസിനെ കൈവിടുകയും ഇന്ദിരയും സഞ്ജയ് ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ പോലും കേരളത്തിൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാനായി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു കുതന്ത്രം എങ്ങനെയാണ് കേരളത്തിനകത്ത് അന്ന് തുടങ്ങി ഇപ്പോഴും ഇതുവരിങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്? കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ രാഷ്ട്രീയം നയിക്കുന്ന കോൺഗ്രസ് ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു പ്രത്യേകത, സ്വാതന്ത്ര്യ അനന്തരം ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് 57-59 കാലത്തെ EMS മന്ത്രിസഭയ്ക്ക് ശേഷം പിന്നീട് കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാരം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും, ആരുമായിട്ടും കൂടും എന്നുള്ളതാണ്. അധികാരം നിലനിർത്തിയാൽ മതി, അവർക്ക് ഭരണഘടനയോ ജനാധിപത്യമോ രാജ്യനന്മയോ രാജ്യത്തിൻ്റെ അഖണ്ഡതയോ പ്രധാനമല്ല. അതുകൊണ്ടാണ് ഭാരതം മുഴുവൻ ഏതാണ്ട് അടിയന്തരാവസ്ഥക്കെതിരെ വിധി എഴുതിയപ്പോൾ കേരളം അതിൽ നിന്ന് വിട്ടുനിന്നു. നമ്മൾ കണ്ടതാണല്ലോ, ഏത് സന്ദർഭത്തിൽ ഇപ്പോൾ ഭാരതത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലൊക്കെ ഭീകരവാദ ആക്രമണം നടത്തുമ്പോഴും കേരളത്തിൽ ഭീകരവാദികൾക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നതും പ്രകടനം നടത്തുന്നതും അവർക്കൊപ്പം വേദി പങ്കിടുകയും കിടക്ക പങ്കിടുകയും ചെയ്യുന്ന നീച രാഷ്ട്രീയമാണ് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ചെയ്തിട്ടുള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരെ, ഞാൻ കൃത്യമായി പറഞ്ഞാൽ 1960കളുടെ തുടക്കം മുതൽ ഈ 2025 വരെ, ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടല്ലോ, രണ്ട് കൂട്ടരും മത്സരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? വർഗീയതവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർക്ക് വേണ്ടി, മതരാജ്യം പറഞ്ഞവർക്ക് വേണ്ടി, ഭീകരവാദികളെ സംരക്ഷിക്കുന്നവർക്ക് വേണ്ടി പോരാ, തീവ്രവാദം പറഞ്ഞ് അതിൻ്റെ വക്താക്കളായവരെ പങ്കിട്ടെടുക്കാൻ ഇടത് വലത് മുന്നണി മത്സരിക്കുകയായിരുന്നു. ആ പങ്കിട്ടെടുക്കലാണ്, അധികാരം മതി എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ. അന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ഇടയ്ക്ക് വിവാദം ഉണ്ടായല്ലോ. ശ്രീ ഗോവിന്ദൻ അടുത്ത നാളിൽ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് RSSുമായിട്ട് ഞങ്ങൾ സഹകരിച്ചിരുന്നു എന്ന്. അത് ശരിയാണ്, പിണറായി അതിനെ തിരുത്തുകയും ചെയ്തു. അത് രണ്ടും സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പിണറായി പറഞ്ഞത് സഹകരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞത് അടിയന്തരാവസ്ഥക്കെതിരായ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM സഹകരിച്ചിരുന്നില്ല. ഗോവിന്ദൻ പറഞ്ഞത് ശരിയാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് മത്സരവേളയിൽ അവർ ചേർന്നു എന്നുള്ളത് നേരാണ്. പക്ഷേ അപ്പോഴും അവർ ചേർന്നു എന്ന് പറയുന്നതും രാജ്യനന്മയെ കണക്കാക്കിയിട്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ദേശീയ രാഷ്ട്രീയത്തിനെതിരാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ. അന്ന് തൊട്ട് ഇന്ന് വരെ വർഗീയതയ്ക്കനുകൂലമാണ് ഇടത് വലത് മുന്നണികൾ. അന്ന് തൊട്ട് ഇന്ന് വരെ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും അനുകൂലവും അവർക്ക് യോജിക്കുന്നതുമായ രാഷ്ട്രീയമാണ് വലത് മുന്നണികൾ നടത്തിയിട്ടുള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ രാഷ്ട്രീയ നിലപാടുകളാണ് ഇടത് വലത് മുന്നണികൾ. അതിൻ്റെ മറ്റൊരു തെളിവാണ് CIA വിരുദ്ധ സമരം. ആ സമരം നടത്തിയപ്പോഴും അവർ ചെയ്തത് എന്താണ്? അതിൻ്റെ കാലത്ത് അവർ ചെയ്തത് എന്താണ്? ഭരണഘടനയിൽ നിയമമായി കഴിഞ്ഞതാണ്. ഭരണഘടനയെ അംഗീകരിക്കുമെന്ന് പറഞ്ഞവർ എന്തുകൊണ്ടാണ് വ്യാജ പ്രചാരണം നടത്തിയത്? ഭാരതത്തിലെ ഒരു മുസ്ലിമിനെ പോലും ബാധിക്കാത്ത ഒരു വിഷയം മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വിശേഷിച്ചും, ഭാരതമെമ്പാടും കേരളത്തിൽ വിശേഷിച്ചും കലാപങ്ങൾ വരെ നടത്തി കേരളത്തിലെ രണ്ട് മുന്നണികളും. എന്ന് വെച്ചാൽ പൊതു ദേശീയതയ്ക്ക് അവരനുകൂലമല്ല, പൊതു രാഷ്ട്രീയ ജനാധിപത്യത്തിന് അവർ അനുകൂലമല്ല, അവർ ഒരിക്കലും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും അനുകൂലമല്ല, എല്ലാ കാലത്തും വർഗീയതയ്ക്കും ഭീകരവാദത്തിനും അനുകൂലമാണ് എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു അവർ അന്ന് തൊട്ട് ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ആ സ്വഭാവമുള്ളത് കൊണ്ടാണ് 77 തെരഞ്ഞെടുപ്പിന് ശേഷം അവർ ഈ പറയുന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായി വിധി എഴുതാൻ കാരണം കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കൂടിയല്ലോ. ഇപ്പോൾ അതിൻ്റെ പേര് ഇന്ത്യ മുന്നണി എന്നാണെന്നേ ഉള്ളൂ, പേരേ മാറിയിട്ടുള്ളൂ. മുന്നണികളുടെ പേര് മാറിയാലും ഇല്ലെങ്കിലും കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും ജനുസ്, അവരുടെ ജീൻ ഒന്നാണ്. കാരണം ഇത് രണ്ടും ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണെന്ന് നമുക്കറിയാമല്ലോ. കോൺഗ്രസിനെ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സൃഷ്ടിച്ചതും ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ അവരുടെ ജീൻ എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ ജീനാണ്, അവരുടെ ജനിതക ഘടനയാണ് കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ഉള്ളത്. എന്ന് വെച്ചാൽ ബ്രിട്ടൻ ഭാരതത്തിനെതിരായിരുന്നല്ലോ എന്നതുപോലെ തന്നെ ഇവരുടെ സ്വഭാവം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഘടകമാണ് ദേശീയ വിരുദ്ധത, ഭാരത വിരുദ്ധത എന്നുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാ കാലത്തും ബ്രിട്ടീഷ് സ്വഭാവം കാണിക്കുന്ന, ദേശീയ വിരുദ്ധത പ്രകടിപ്പിക്കുന്ന, രാജ്യവിരുദ്ധത പ്രകടിപ്പിക്കുന്ന
പ്രകൃതക്കാരാണ്. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് അനുകൂലമായി രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യത്തിനൊപ്പം നിന്നപ്പോൾ, അടിയന്തരാവസ്ഥക്കെതിരായി നിന്നപ്പോൾ കേരളം മാത്രം അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി വിധി എഴുതിയത്. അതെ, ശ്രീ കാഭ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഇപ്പോഴും വളരെ വിദഗ്ധമായി ചരിത്രത്തെ വളച്ചൊടിക്കുന്നു, അവരുടെ നരേറ്റീവ് അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച തന്നെയാണ്. പുതുതലമുറയ്ക്ക് ഇവരെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ഉണ്ടാകാൻ തക്കവണ്ണമുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്? കാരണം ഇപ്പോൾ പാർലമെന്റിന് മുന്നിൽ ഇങ്ങനെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവർ ഒരു അരനൂറ്റാണ്ട് മുൻപ് എന്തായിരുന്നു ഈ ഭാരതത്തിൽ നടപ്പിലാക്കിയത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പക്ഷേ പുതുതലമുറയ്ക്ക് ആശ്ചര്യമുണ്ടാകാം, അതിശയമുണ്ടാകാം, സംശയമുണ്ടാകാം. പക്ഷേ അതൊക്കെ മറനീക്കി മാറ്റിക്കൊണ്ടുവരേണ്ട ഒരു ബാധ്യത നമ്മൾ ഉൾപ്പെടെയുള്ള ജനം TV ഉൾപ്പെടെയുള്ള മാധ്യമധർമ്മത്തിനുണ്ട്. അവരത് എപ്പോഴും കാണിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പുതുതലമുറയ്ക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന സന്ദേശം എന്താണ് ഈ കാര്യത്തിൽ? വളരെ വ്യക്തമായി അതിലേറ്റവും പ്രധാനം, ജനാധിപത്യം സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ പൗരബോധം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. തങ്ങളുടെ വ്യക്തിപരമായ രാഷ്ട്രീയത്തിനതീതമായി, വ്യക്തിപരമായ ലാഭത്തിനതീതമായി, അധികാരത്തിന് പോലും അതീതമായി രാജ്യനന്മ കാക്ഷിക്കുന്ന പൗരന്മാർ വളർന്നു വരണം. അത് വളർന്നു വരണമെങ്കിൽ കേവലം പൗരബോധം മാത്രം പോരാ, പ്രാഥമികമായി പൗരബോധവും അതിനപ്പുറത്തേക്കൊരു ദേശീയ വികാരവും കൂടി ഉണ്ടാവണം. രാജ്യത്തിന് ആപത്ത് വരുമ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് രാജ്യത്തിൻ്റെ രക്ഷയാണ് തൻ്റെ രക്ഷയെ കഴിഞ്ഞും പ്രധാനം എന്ന് ചിന്തിക്കുന്ന തലമുറ വളർന്നു വരണം. അങ്ങനെ ഒരു തലമുറ വളർന്നു വരാതിരുന്നത് കൊണ്ടാണ്, അവരെ വളർത്തിയെടുക്കാതിരുന്നത് കൊണ്ടാണ് സ്വാതന്ത്ര്യാനന്തരം ഇത്തരം ആപത്തുകൾ രാജ്യം നേരിടേണ്ടി വന്നത്. അതുകൊണ്ടതിന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥയ്ക്ക് പോലും ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ പാർട്ടികളിൽ പലരും, കേരളത്തിലെയൊക്കെ ഞാനത് പേര് പറയുന്നില്ല, പല പ്രമുഖ രാഷ്ട്രീയ ഇടതുമുന്നണി കൺവീനർ, അന്നത്തെ ഇടതുമുന്നണി കൺവീനർ ഒളിച്ചോടി അടിയന്തരാവസ്ഥക്ക് കേരളം വിട്ടുപോയി. എന്നിട്ട് അടിയന്തരാവസ്ഥ പിൻവലിച്ച് കഴിഞ്ഞാണ് അദ്ദേഹം തിരിച്ചു വന്നത്. കോഴിക്കോടുള്ള ഒരു വലിയ പത്രസ്ഥാപനത്തിൻ്റെ ഉടമയും നേതാവും രാഷ്ട്രീയ നേതാവും ഒക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹം. ഒളിച്ചോടി ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ പോരാട്ട വേദിയിൽ നിന്ന്, പടക്കളത്തിൽ നിന്ന് ഒളിച്ചോടിയ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ചിലർ അധികാരത്തിൻ്റെ അപ്പകഷണത്തിന് വേണ്ടി പോയവരുണ്ട്. കോൺഗ്രസിൽ ചേർന്ന് മന്ത്രിസ്ഥാനം നേടിയവരൊക്കെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് അടിയന്തര സാഹചര്യം വരുമ്പോൾ, രാജ്യം ആപത്തിലകപ്പെടുമ്പോൾ അതിനെതിരെ ജാഗ്രത പാലിക്കുവാൻ, രാജ്യരക്ഷ പുലർത്തുവാനുള്ള പ്രയത്നം നടത്തണമെങ്കിൽ അടിസ്ഥാനപരമായി അവർ രാജ്യസ്നേഹികളായിരിക്കണം. സർവോപരി രാജ്യസ്നേഹം, ദേശീയ ബോധം എന്ന് നമ്മൾ പറയുന്നത്, ആ ദേശീയ ബോധത്തെ തട്ടിത്തകർക്കാനും നശിപ്പിച്ച് കളയാനുമാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഇടതു വലത് മുന്നണികൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അതിന് പരിഹാരമായി രാഷ്ട്രീയത്തിനതീതമായി ദേശീയ ബോധം ഉണർത്തുന്ന പ്രവർത്തനങ്ങളും പദ്ധതികളും പഠനങ്ങളും ആവശ്യമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചല്ലോ, ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കണം. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ വർഷവും വളർന്നു വരുന്ന പുത്തൻ തലമുറയെ ജനാധിപത്യം തകർക്കുന്നത് ആരാണ്, സംരക്ഷിക്കുന്നത് ആരാണ്, ഇത് രണ്ടും പഠിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഒരു കൂട്ടർ ജനാധിപത്യത്തെയും ഭരണഘടനയെയും തകർക്കുന്നത്, എന്തുകൊണ്ടാണ് ഒരു കൂട്ടർ മാത്രം ഭരണഘടനയെയും ജനാധിപത്യത്തെയും രാജ്യത്തെയും സംരക്ഷിക്കുവാൻ എല്ലാം വലിച്ചെറിയുന്നത് എന്നുള്ള പാഠം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനമേറ്റവരുടെ കാര്യങ്ങൾ അറിയാമല്ലോ, ഇതിനു മുമ്പ് നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തതാണ്. ആ മർദ്ദനമേറ്റവർ ജീവൻ വെടിഞ്ഞും സുഖഭോഗങ്ങൾ ത്യജിച്ചും ജീവിതം മുഴുവൻ അവർ അനുഭവിച്ച ദുരിതമുണ്ട്. മരണം വരെ. അടിയന്തരാവസ്ഥ 77 കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന 50 വർഷമായി ജീവിച്ചിരിക്കുന്നവർ ഇപ്പോഴും വേദനയും ദുരിതവും അനുഭവിക്കുന്നവരുണ്ട്. അവരതെല്ലാം ഏറ്റുവാങ്ങിയത് എന്തിനു വേണ്ടിയായിരുന്നു? രാജ്യരക്ഷയാണ് പരമപ്രധാനം എന്നുള്ളതാണ്. അതുകൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളിൽ അറസ്റ്റ് വരിച്ചവരുടെ കണക്കുകൾ മാത്രം പോരാ, പീഡനം അനുഭവിച്ചവരാരൊക്കെയാണ്, എന്തിന് പീഡനം അനുഭവിച്ചു, ഈ വിവരം പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തെ തകർത്ത കോൺഗ്രസിൻ്റെ യഥാർത്ഥ ചരിത്രം, മുഖം, അവരുടെ മുഖം മൂടി വലിച്ചു കീറിക്കളഞ്ഞ് യഥാർത്ഥ മുഖം കോൺഗ്രസിൻ്റേത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, പഠിപ്പിക്കേണ്ടതുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാപട്യം അവർ
രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരെ, സ്വാതന്ത്ര്യത്തിനെതിരെ, ജനാധിപത്യത്തിനെതിരെ അവർ നിലനിൽക്കൊണ്ടിട്ടുള്ള സന്ദർഭങ്ങൾ, ചരിത്രങ്ങൾ, യഥാർത്ഥ ചരിത്രം എന്തെന്ന് പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പുതിയ തലമുറയുടെ ഉള്ളിൽ ഈ അടിയന്തരാവസ്ഥയെ അധികരിച്ചുകൊണ്ട് യഥാർത്ഥ ചരിത്രം ആവിഷ്കരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിന് ഈ എമർജൻസി വിക്ടിംസ് അസോസിയേഷൻ എന്നൊരു സംഘടന ഇന്ന് കേരളത്തിലുണ്ട്. ഈ ദുരിതം അനുഭവിച്ചവരുടെ, ജയിലിൽ കടന്ന് പീഡനം അനുഭവിച്ചവരുടെ മാത്രം ഒരു സംഘടനയാണ് ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ. അവർ പറഞ്ഞ മൊഴികളുണ്ട്, അവർ ലൈവായി പറഞ്ഞ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വീഡിയോ അടക്കമുള്ളത്. അത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കണം. ജീവിച്ചിരിക്കുന്നവരുടെ മൊഴികൾ, മരിച്ചുപോയവരുടെ രേഖകളുണ്ട്, ആ രേഖകളൊക്കെ ചരിത്രമാക്കി മാറ്റേണ്ടതുണ്ട്. ഇന്ന് കുരുക്ഷേത്ര പബ്ലിക്കേഷന് ഒരു പുസ്തക പ്രകാശനം നടത്താൻ പോകുകയാണ്. ആദരണീയനായ കേരള ഗവർണറാണ് സെനറ്റ് ഹാളിൽ വെച്ച് വൈകുന്നേരം 5:30 അത് പ്രകാശനം നടത്താൻ പോകുന്നത്. അത് ഈ പീഡനം അനുഭവിച്ചവരുടെ രേഖകളാണ്, അവരുടെ പേര് വിവരങ്ങൾ അടങ്ങിയ ഡോക്യുമെൻറ്റേഷനാണ്. അത്തരം ഡോക്യുമെൻറ്റേഷൻ നടത്തിക്കൊണ്ട് ആ ഡോക്യുമെൻ്റ് ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക്, ജനാധിപത്യത്തെക്കുറിച്ച് പഠിക്കേണ്ടവർക്ക് ഒരു കൈപ്പുസ്തകമായി മാറണം ഈ പുസ്തകം. ഇത്തരം ചരിത്രങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ച് പഠിക്കുകയോ ഗവേഷണം നടത്തുകയോ ചെയ്യാൻ പോകുന്നവർക്ക് അടിയന്തരാവസ്ഥ ചരിത്രം യഥാതഥമായി കിട്ടേണ്ടതുണ്ട്. ആ നിലയിൽ അടിയന്തരാവസ്ഥയുടെ യഥാർത്ഥ ചരിത്രം, ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ഈ ജനാധിപത്യ സംരക്ഷണം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നടത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇന്നലെ ഇന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പം വായിച്ച ഒരു പുസ്തകത്തിൽ ഈ ശ്രീധരൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ ഞാൻ വായിക്കുകയും കേൾക്കുകയും ഇതുവരെ ചെയ്തിരുന്നത് ലക്ഷക്കണക്കിന് ഹരിജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയി അവരുടെ വന്ധ്യംകരണം നടത്തിയിട്ടുണ്ട്. സഞ്ജയ് ഗാന്ധി, അദ്ദേഹം പാർലമെൻറ്റിലില്ല, MLA അല്ല, കോൺഗ്രസിൻ്റെ നേതാവല്ല, ഒന്നുമല്ല. വലിയ ക്രൂരത, ലക്ഷക്കണക്കിന് ഈ പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ വംശഹത്യ നടത്തിയ ചരിത്രമുണ്ട് അടിയന്തരാവസ്ഥയുടെ ക്രൂര നാളുകളിൽ. അതുമാത്രമായിരുന്നില്ല എന്ന ഇന്നലെ വായിച്ചത്. ഈ ധവള വിപ്ലവം കൊണ്ടുവരാൻ വേണ്ടി, പുതിയ തരം പശുക്കളെ വളർത്താൻ വേണ്ടി, ജനങ്ങളെ അത് സ്വീകരിപ്പിക്കാൻ വേണ്ടി, വടക്കൻ ഭാരതം സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാമല്ലോ, നാട് മുഴുവൻ കന്നുകാലികളുണ്ട്, പശുക്കളുണ്ടായിരിക്കും. ഓരോ ആൾക്കാരുടെ ഉടമസ്ഥതയിലുള്ളതാണ്. വൈകുന്നേരം അത് കൂട്ടിൽ കയറും. ഈ പെരുവഴിയിലും നാട്ടിലും ഉണ്ടായിരുന്ന മുഴുവൻ പശുക്കളെയും കാളകളെ പിടിച്ചുകൊണ്ട് പോയിട്ട് വന്ധ്യംകരണം നടത്തിയ ചരിത്രം ഈ ശ്രീധരൻ്റെ ജീവചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യനെ മാത്രമല്ല, മൃഗങ്ങളെ വരെ വന്ധ്യംകരണം നടത്തിയ, 10,000-കണക്കിന് കാളകളെ പിടിച്ചു കൊണ്ടുപോയി വന്ധ്യംകരണം നടത്തിയെന്ന് പറയുമ്പം എന്തൊരു നീചമായ രാഷ്ട്രീയമാണ് അവർ നടത്തുന്നത്. ഈ ചരിത്രം ഭാവി തലമുറ അറിയണ്ടേ? ഈ ചരിത്രം പുത്തൻ തലമുറ അറിയണ്ടേ? ഈ ചരിത്രം എല്ലാ വർഷവും തുടർച്ചയായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ജനാധിപത്യ സംരക്ഷണത്തിന് അനിവാര്യമായിട്ടുള്ളത്. അതുകൊണ്ടത് പ്രസംഗത്തിൽ പോരാ, രേഖയിൽ വേണം, പുസ്തകങ്ങളിൽ വേണം, ഗവേഷണങ്ങളിൽ വരണം, ദൈനംദിന ചർച്ചകളിൽ വരണം. രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചുമുള്ള നിരന്തര ചർച്ചകളിൽ അടിയന്തരാവസ്ഥ, കോൺഗ്രസിൻ്റെ അധികാരക്കൊതിയും അടിയന്തരാവസ്ഥയുടെ ക്രൂരപീഡനങ്ങളും ജനാധിപത്യത്തിൻ്റെ ഹത്യയും മാതൃഹത്യയടക്കമുള്ള ചരിത്രം പുതിയ തലമുറയെ പഠിപ്പിക്കുക തന്നെയാണ് ഇതിന് വളരെ പ്രധാനമായി ഇനി അങ്ങോട്ട് നമ്മൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ മാത്രമേ ദേശീയ ബോധവും രാജ്യസ്നേഹവും പൗരബോധവുമുള്ള തലമുറയെ വളർത്തിയെടുക്കുക മാത്രമാണ് രാജ്യത്തിൻ്റെ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുവാനുള്ള യഥാർത്ഥ വഴി. ശ്രീ കാഭ സുരേന്ദ്രൻ, അതോടൊപ്പം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ കൂടി താങ്കൾ എങ്ങനെ ഓർത്തെടുക്കുന്നു? നമുക്കറിയാം, ഒരുപക്ഷെ ഈ അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടം അതിൽ നിന്ന് കൂടുതൽ കരുത്താർജിക്കുന്ന കാഴ്ച, കേരളത്തിനകത്ത് കൂടുതൽ ശാഖകൾ വരുന്നു, കൂടുതൽ യുവാക്കൾ ഇതിൽ ആകൃഷ്ടരായി ശാഖയിലേക്ക് വരുന്നു, RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഭാരതത്തിലും പ്രത്യേകിച്ച് കേരളത്തിലും ഒരു കരുത്താർജിച്ച പ്രസ്ഥാനമായി മാറുന്ന ഒരു കാഴ്ച കൂടിയല്ലേ നമുക്ക് ഈ അടിയന്തരാവസ്ഥ കാലത്ത് കാണാൻ കഴിഞ്ഞത്? അതുകൂടി താങ്കൾ എങ്ങനെ ഓർത്തെടുക്കുന്നു? അത് വളരെ കൃത്യമായ ഒരു കണക്ക് തന്നെയുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് കേരളത്തിൽ ഏതാണ്ട് 700-ലധികം ശാഖകളാണുള്ളത്. RSSൻ്റെ ശാഖകൾ ആണല്ലോ അതിൻ്റെ സംഘടന എന്ന് പറയുന്നത്. 700-ലധികം ശാഖകളാണ് അടിയന്തരാവസ്ഥയ്ക്ക് മുൻപ്, 75-ന് മുൻപുള്ളത്. അതേസമയം 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത് 1500-ലധികം ശാഖകളായിട്ട് മാറി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ,
ഈ കേരളത്തിലെ യുവജനങ്ങൾ, അതുവരെയുള്ള യുവജനങ്ങൾ, വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ ധരിച്ചിരുന്നത് എപ്പോഴും പുരോഗമനപരമായ ഒരു പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണല്ലോ തെറ്റിദ്ധരിച്ചിരുന്നത്. അവരെ അങ്ങനെ കപടമായി ധരിപ്പിച്ചു വെച്ചിരുന്നത്. കള്ളച്ചരിത്രത്തിലൂടെ, വ്യാജമായ നരേറ്റീവുകളിലൂടെ അവരെ പഠിപ്പിച്ചിരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരായ വലിയ വിപ്ലവം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും, യുവജനങ്ങളായിരിക്കും മുന്നിൽ നിൽക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം തങ്ങളെ നയിക്കും എന്നൊക്കെ വിചാരിച്ച് വലിയ പ്രതീക്ഷയോടെ രക്തത്തിളപ്പുള്ള യുവജനങ്ങൾ കാത്തു നിൽക്കുമ്പോൾ ഒരു സമരം പോലും നടത്താതെ CPM-ൻ്റെ പ്രബലമായ നേതാക്കന്മാർ മുഴുവൻ കുണ്ടിലൊളിക്കുകയും രാജിവെക്കുകയും ഈ രാഷ്ട്രീയത്തിൽ നിന്ന് അവർ രാജിയാവുകയും ചെയ്ത വേളയിൽ ഈ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുന്നത്, അറസ്റ്റ് വരിക്കാൻ വെറുതെ പോയി പോലീസ് വരുമ്പോൾ അങ്ങ് അറസ്റ്റ് വരിക്കുകയല്ല. RSS കൊടുത്തിരുന്ന, ലോക സംഘർഷ സമിതിയുടെ നേതാക്കന്മാർ കൊടുത്തിരുന്ന നിർദ്ദേശം അറസ്റ്റ് ഇങ്ങനെ ഒറ്റ രഹസ്യമായിട്ട് വേണമല്ലോ എത്താൻ കളക്ട്രേറ്റിൻ്റെയൊക്കെ മുമ്പിൽ. അവിടെ എത്തിയാൽ 10-11 പേരുള്ള ബാച്ചുകളായി ഒരു ബാച്ച് ലീഡർ ഉണ്ടാവും, അവർ കാലേ കൂട്ടി എത്തിയിട്ടുണ്ടാവും. അതെല്ലാം അങ്ങനെ ഒളിച്ചു നിന്ന് നിശ്ചിത സമയമാകുമ്പോൾ അവർ പെട്ടെന്ന് ഒന്നിച്ചു കൂടുകയും മുദ്രാവാക്യം വിളിക്കുന്നു, പ്രകടനം നടത്തുന്നു. നാടുനീള പോലീസായിരിക്കും. അങ്ങനെ പ്രകടനം നടത്തുന്ന വേളയിൽ പെട്ടെന്ന് പോലീസ് വരുന്നു. 10 പേരെ പിടിക്കാൻ 40-50 പോലീസാണ് വരിക. ലാത്തിയും തോക്കും ഒക്കെ ഉണ്ടായിരിക്കും. അത് പിടിച്ച് അവർ വരുമ്പോൾ അറസ്റ്റിന് വഴങ്ങരുത് എന്നുള്ളതാണ് ഒരു പൊതു നിർദ്ദേശം. അവർ വരുമ്പോൾ കൈകൾ കോർത്ത് കമിഴ്ന്ന് കിടക്കണം, അല്ലെങ്കിൽ ചങ്ങല പോലെ പിടിച്ച് കോർത്ത് നിൽക്കണം. ആ സമയത്ത് ലാത്തി കൊണ്ട് അടിച്ച് ലാത്തി ഒടിയുന്നിടം വരെ, എന്നിട്ടും കൈകൾ വിടുവിക്കാൻ കഴിഞ്ഞില്ല, തോക്കിൻ്റെ പാത്തി കൊണ്ട് ഇടിച്ച് കൈവിരലുകളും ഒക്കെ ചതച്ച് ഒടിച്ച് പറിച്ചെടുത്തിട്ടാണ് ഈ സമര പോരാളികളെ വാനിലേക്ക് വലിച്ചെറിഞ്ഞ് ജയിലറയിൽ കൊണ്ടുപോയിട്ട് വഴിനീളം മർദ്ദിച്ച് ജയിലറയിൽ കൊണ്ടുപോയിട്ട് വീണ്ടും മർദ്ദിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇതെല്ലാം പരസ്യമായിട്ട് ചെയ്യുന്നത്. കാരണം ഇന്നത്തെ പോലെ ഭരണഘടന ഇല്ലല്ലോ. കോൺഗ്രസ് ഭരണഘടന തകർക്കുകയാണല്ലോ ചെയ്തത്. ഭരണഘടനയില്ല, കോടതിയില്ല, ഒരു വ്യവസ്ഥയുമില്ല. അതുകൊണ്ട് ക്രൂരമായ പീഡനമാണ് നടത്തിയത്. ഇത് പരസ്യമായിട്ട് ചെയ്യുകയാണ്. ഇത് കാണുന്ന വേളയിൽ നഗരമധ്യത്തിൽ ആ 100 കണക്കിന് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഈ ക്രൂരമർദ്ദനം നടത്തുമ്പോൾ ഒരു തവണ പോലും തിരിച്ചടിക്കാതെ, മറ്റൊന്നും തിരിച്ചു ചെയ്യാതെ അഹിംസാ സമരം എന്ന് ലോകത്തെ കാണിച്ചു കൊടുത്ത വേളയിൽ ഈ രക്തം തുപ്പുന്നത് കണ്ട അവശതയുടെ വേളയിലും ബോധം മറയുന്ന വേളയിലും ഭാരതമാതാവിന് ജയ് വിളിക്കുന്ന, ഇന്നിപ്പോൾ അതൊരു ചീത്ത മുദ്രാവാക്യമായിട്ടാണ് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അവർക്ക് പറയാനുള്ളത്. ഭാരത് മാതാ കി ജയ് എന്നുള്ളത് വിളിക്കാൻ പാടില്ല. ഭാരതമാതാ ചിത്രം എന്നൊക്കെ പറയുന്ന ഒരു അപഹാസ്യമായ വൃത്തികെട്ട ഒരു സാധനമായിട്ടാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കണക്കാക്കുന്നത്. അന്ന് ഭാരതമാതാവിന് ജയ് വിളിച്ച്, മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ച് ആയിരുന്നു ഈ സമരം നടത്തുന്നത്. ഈ മർദ്ദനം പരസ്യമായി കണ്ട് തരിച്ചുപോയ യുവജനങ്ങളുണ്ട്. ആ യുവജനങ്ങൾ, പുറത്ത് നിന്ന് കണ്ട യുവജനങ്ങൾ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ RSSകാരായി മാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടക്കമുള്ള ചെറുപ്പക്കാർ ജയിലിൽ വെച്ച്, ഞാൻ പറഞ്ഞല്ലോ ആദ്യ വേളയിൽ, സമരത്തിനൊക്കെ മുന്നേ ആദ്യ വേളയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൾക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റ് പല ആൾക്കാരെ, നക്സലൈറ്റുകളെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ. ജയിലിൽ കിടന്ന RSS പ്രവർത്തകരോടൊപ്പം കഴിഞ്ഞ മറ്റിതര രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട ആൾക്കാർ പലരും RSSൻ്റെ പ്രവർത്തകരായി. അവർ പുറത്തേക്ക് വരുന്നത് സ്വയം സേവകരായിട്ടാണ്. ജയിലിലേക്ക് പോകുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായി, ജയിലിലേക്ക് പോകുന്നത് ജനതാദളുകാരനായി, ജയിലിലേക്ക് പോകുന്നത് മറ്റേതെങ്കിലും അല്ലെ ഒരു നക്സലൈറ്റായി. 2 കൊല്ലം ആകാറാകുമ്പോൾ പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്നത് RSSകാരനായി. അടിയന്തരാവസ്ഥ മാറിയപ്പോൾ അവർ എല്ലാം അവരവരുടെ നാടുകളിൽ ശാഖ തുടങ്ങി. അങ്ങനെയാണ് 750 ശാഖ 1500 ശാഖയായിട്ടൊരു ഒറ്റയടിക്ക് മാറുകയാണ്. പിന്നീട് അങ്ങോട്ട് അവർക്ക് മനസ്സിലായി, കേരളത്തിലെ യുവജനങ്ങൾക്ക്, അന്നത്തെ തലമുറയ്ക്ക് മനസ്സിലായി, ഈ വിപ്ലവം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ തനി പേടിത്തൊണ്ടന്മാരും കൊള്ളരുതാത്തവരുമാണ്. അവരുടെ കൈകളിലുള്ള കുറേ ഗുണ്ടകളെ വെച്ച് നാട്ടുകാരെ ഭയപ്പെടുത്തുന്നതല്ലാതെ രാജ്യം രക്ഷിക്കാനോ വിപ്ലവം നടത്താനോ അവരെ കൊള്ളില്ല. വെറും നീലം ചായം പുരട്ടിയ കുറുക്കൻ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഏർപ്പാട് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന യാഥാർത്ഥ്യം പുതിയ തലമുറയ്ക്ക് മനസ്സിലായി. രാജ്യത്തെ ചതിക്കുന്നവരാണ് കോൺഗ്രസ്സുകാരെന്ന് യുവജനങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ അവരെല്ലാം RSSനോട് ചേരുകയും പിന്നീട് ഇന്ന് വരെ
1977 മുതൽ ഈ 2025 വരെ RSSൻ്റെ ശാഖകൾക്ക് വർധനവല്ലാതെ ഒരു കുറവും ഉണ്ടായിട്ടില്ലല്ലോ. ഇവരെന്തെല്ലാം നുണകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. ദളിത് വിരുദ്ധരാണ്, സവർണ ആധിപത്യം കൊണ്ടുവരുന്നവരാണ്, മനുസ്മൃതി കൊണ്ടുവരാൻ പോകുന്നവരാണ്, വടക്കേ ഇന്ത്യൻ ലോബിയാണ്, എന്തെല്ലാം ഫാസിസ്റ്റുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടും RSSനെ തകർക്കാൻ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ വിചാരിച്ചിട്ട് എന്താ നടക്കാത്തത്? അത് നടക്കാത്തതിൻ്റെ കാരണം യാഥാർത്ഥ്യം എന്തെന്നവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. അടിയന്തരാവസ്ഥ കേരളത്തിലെ വിശേഷിച്ചും RSSനെ സംബന്ധിച്ച് ഒരു നാഴികക്കല്ലായിരുന്നു അതിൻ്റെ മുന്നേറ്റത്തിൽ. അനേകം ജനങ്ങൾ, ഞാൻ പറയാം, ഇപ്പോൾ ലോകസംഘർഷ സമിതിയുടെ കേരളത്തിൻ്റെ അധ്യക്ഷൻ പ്രൊഫസർ MB മന്മഥനായിരുന്നു. അദ്ദേഹം വെച്ച 2 നിബന്ധനയായിരുന്നു ഞാൻ ഈ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ. 2 നിബന്ധന. ഒന്ന്, ഈ സമരം 100% അഹിംസാ സമരമായിരിക്കണം. 2, അങ്ങനെ അതിനിടയിൽ എന്തെങ്കിലും ഒരു നിസാര അക്രമം കാണിച്ചാലും എനിക്കത് അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഈ സംഘർഷ സമിതിയെ പിരിച്ചുവിടാനുള്ള അധികാരം ഉണ്ടായിരിക്കണം. അത് അംഗീകരിച്ചിട്ടാണ് സമരം നടത്തിയത്. തെരുവിൽ ചുവരുകളിൽ നക്കിത്തുടപ്പിച്ച ചരിത്രമുണ്ടല്ലോ. അടിയന്തരാവസ്ഥക്കെതിരായി മുദ്രാവാക്യം എഴുതിയിട്ടുള്ള പട്ടണ നടുവിലെ കൽഭിത്തികളിൽ കുമ്മായം നക്കിത്തുടപ്പിച്ചിട്ടുണ്ട്. ഡ്രൈനേജിലെ ചെളിവെള്ളത്തിൽ, വൃത്തികേടുകൾ മുഴുവൻ ഒഴുകുന്ന ഓടവെള്ളത്തിൽ തല മുക്കി പിടിച്ചു വെച്ചിട്ടുണ്ട് RSS പ്രവർത്തകരുടെ. 2 പേരെ ചങ്ങലക്കിട്ട് വലിച്ചു കൊണ്ടുപോയി അതിൻ്റെ നടുക്ക് മറ്റൊരു ചങ്ങലയിട്ട് പിടിച്ച് നടന്നു പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മർദ്ദിച്ച് അവരെ ഇടയ്ക്ക് വലിച്ച് തമ്മിൽ അടിച്ചവർ താഴെ വീഴുന്നത് കണ്ടിട്ടുണ്ട്. അതിനീചമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ, സമരം നടത്തി മർദ്ദനം ഏറ്റുവാങ്ങിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കേരളത്തിലില്ല. സമരം നടത്തി മർദ്ദനം ഏറ്റുവാങ്ങിയ ഒരാളും കേരളത്തിൽ വേറെ ഇല്ല, RSS പ്രവർത്തകരൊഴിച്ച്. അതുകൊണ്ട് അടിയന്തരാവസ്ഥ വേളയിൽ കേരളത്തിൽ വിശേഷിച്ച് മറ്റ് സ്റ്റേറ്റുകളിൽ പല രാഷ്ട്രീയ പാർട്ടികളും, ഇപ്പോൾ ജോർജ് ഫെർണാണ്ടസ് ഒക്കെ ഉണ്ടല്ലോ, ആ ചരിത്രമൊന്നും മറന്നു വെക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ അനിയനെയൊക്കെ വളരെ ക്രൂരമായി, ലോറൻസ് ഫെർണാണ്ടസ് അതിനീചമായി മർദ്ദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെയൊക്കെ. കേരളത്തിൽ പക്ഷേ ഈ മർദ്ദനം, സമരം നടത്തി മർദ്ദനം ഏറ്റുവാങ്ങിയത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലുള്ളവർ മാത്രമായിരുന്നു. അത് നടത്തിയ മറ്റാരുമില്ല എന്നുള്ളത് RSS പ്രവർത്തകരുടെ, ഞാൻ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഓരോ ആൾക്കാരുടെയും മൊഴികളുണ്ട്. ഓരോ സമരത്തിൻ്റെയും, ഞാൻ ഈ പറഞ്ഞ് ഇന്ന് പ്രകാശനം നടത്താൻ പോകുന്ന പുസ്തകത്തിൽ ഏത് ദിവസം, ആരുടെ നേതൃത്വത്തിൽ, ഏത് സമയത്ത് സമരം നടത്തി എന്ന ഡോക്യുമെൻറ്റേഷൻ ഉണ്ട് കൃത്യമായി. ആ സമര പോരാളികൾ അനുഭവിച്ച പീഡനം ചെറുതല്ല. ആ പീഡനം കണ്ട യുവജനങ്ങളാണ്, വിശേഷിച്ചും വിദ്യാസമ്പന്നരായവർ ആണ് RSSൻ്റെ ശാഖകളിലേക്ക് ഒഴുകുകയായിരുന്നു എന്ന് പറയാം. ആ ഒഴുക്കാണ് അന്ന് മുതൽ ഇന്ന് വരെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശാഖകളിലേക്ക് യുവജനങ്ങൾ, കൊള്ളാവുന്നവർ, സംസ്കാരമുള്ളവരൊക്കെ RSSൻ്റെ ശാഖകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ മദ്യപാനികളും ഗുണ്ടകളും അക്രമകാരികളും കൊള്ളക്കാരുമൊക്കെ മറ്റ് 2 മുന്നണികളിലേക്കും, കാരണം അവർക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ പോകണം. RSSൻ്റെ വളർച്ചയുടെ നിർണായകമായ വേളയാണ് അടിയന്തരാവസ്ഥ എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും. അതെ, തീർച്ചയായും. ശ്രീ ഗാബ സുരേന്ദ്രൻ.